ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് I have a very small request to make. Look at the statistics. 81% of people are still not subscribed to my channel. If you enjoy what I do and love watching my content and vlogs and everything, and if you find it helpful, please consider subscribing because it helps me a lot and actually pushes me to make more videos and build this community. അടുത്ത വീഡിയോ ആകുമ്പോഴേക്ക് I will show you how much the gap നമുക്ക് fill ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷേ please consider subscribing. Let's get into the video. I'm Vinayak and this is UPSC Vault and let's start. ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്. അപ്പോൾ നേരെ കാര്യത്തിൽ കിടക്കാം. തിരുവനന്തപുരത്ത് ജോലികൾക്ക് ഒരു ക്ഷാമമില്ല, എവിടെ നോക്കിയാലും നമുക്ക് ജോലി കിട്ടും. പക്ഷെ നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി കണ്ടുപിടിക്കണം എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലാണല്ലോ കൂടുതൽ ടൈം കിട്ടാറ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് എനിക്ക് ഈ ക്ലീനിങ് ജോലികൾ എടുക്കാമെന്നുള്ള തീരുമാനിച്ചത്. ഇതല്ലായിരുന്നെങ്കിൽ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. പക്ഷെ കുട്ടികളെ ഇപ്പം മാനേജ് ചെയ്യുക, അവരുടെ ഷെഡ്യൂൾ റെഡിയാക്കുക എന്നുള്ളത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാത്തരം ജോലികളും എല്ലാത്തരം ടൈം സന്ദർഭങ്ങളും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് റിക്വസ്റ്റ് കൂടി ചെയ്യാം, ഇന്ന ജോലി ഉണ്ടോ, ഇതാണ് എനിക്ക് താല്പര്യം, അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, നമ്മുടെ മൈൻഡ് ആദ്യം നമ്മൾ റെഡിയാക്കണം. നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ജോലി ചെയ്യാനും പഠിക്കാനും രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളത്. കാരണം ജോലി കയറിയതിന് ശേഷം പഠിപ്പ് പോകാനും വേണ്ടി പാടില്ല. പിന്നെ ജോലി കയറിയതിന് ശേഷം അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിർത്താനും പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്, ട്രിവാൻഡ്രം സർവീസസ് ഗ്രൂപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ എല്ലാത്തരം സർവീസസും അവൈലബിൾ ആണ്. എമർജൻസി ആണെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കാൻ വേണ്ടി പറ്റും. ജോബ് ഉണ്ട്, ജോബിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അതല്ലാതെ ഇത് ജനറലായിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാം. ഇവിടെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും സ്റ്റേ ഉണ്ട്. ഏത് ഏരിയയിൽ വേണമെങ്കിൽ നമുക്ക് ചോദിച്ചാൽ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി അറിയാൻ വേണ്ടി പറ്റും. അതല്ലാതെ ഇപ്പം അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഹൗസോ റെൻറ്റിന് എടുക്കാം, അങ്ങനെയും എടുക്കാം. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സർവീസസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതും ഒക്കെ ഈ ഒരു ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അതായത് ട്രിവാൻഡ്രത്ത് എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും എന്ത് കാര്യം അറിയണമെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് പറയുന്ന പേജ്. ഇത് കണ്ടോ, ഇതിൽ കയറി നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പല ആളുകളും ഹയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോസ്റ്റിങ്സ് ഇടും. ഇവിടെ തന്നിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇവർക്ക് മെയിലായിട്ടോ വാട്സാപ്പായിട്ടോ ഒക്കെ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവർ പറയുന്ന ടൈമിംഗ് ഓക്കെ ആണെന്നുള്ളത് നമ്മൾ നോക്കണമെന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം അത് ഓക്കെ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കുറേ പേർക്ക് ട്യൂഷൻ എടുക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹോം ട്യൂഷൻസ് ആയിരിക്കും, 1-on-1 ട്യൂഷൻസ് ആയിരിക്കും, വീട്ടിൽ പോയിട്ട് എടുത്തു കൊടുക്കേണ്ടി വരും. അതല്ലാതെ ക്ലീനിങ്ങിൻ്റെ കുറേ സർവീസസ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിങ്സ് വരും. അതല്ലാതെ ഈ പറഞ്ഞ പോലെ സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള ജോലികളായിരിക്കും. സോ അതനുസരിച്ച് വേണം നമ്മൾ പഠിത്തം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല ജോലികളും ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ ആകെ നമ്മുടെ ടൈം മാനേജ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ നിന്നാണ് തിരഞ്ഞെടുത്തിട്ട് ഇതാക്കിയത്. ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ഞാൻ ആദ്യം തുടങ്ങുന്നത് എൻ്റെ ഈ പറഞ്ഞ ഹോസ്റ്റലിനെ ചുറ്റിപ്പറ്റിയുള്ള ഏരിയയിൽ നിന്നാണ്. ക്ലീനിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ വേണമെങ്കിൽ ആദ്യം ചോദിക്കാം. അതിനുശേഷം വേണമെങ്കിൽ അടുത്തുള്ള കൂട്ടുകാരുടെ ഹോസ്റ്റലിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. കാരണം ഇവിടെ ഒക്കെ ഇവർക്ക് ക്ലീനിങ്ങിനൊക്കെ ആൾക്കാരെ വേണം. ചില സ്ഥലത്ത് ഓൾറെഡി ആളുകൾ ഉണ്ടാകും, എന്നാലും നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈൻഡാണ് ആദ്യം വേണ്ടത്. ഏത് ഹോസ്റ്റലുകാരെ കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോഴും ചിലപ്പം വേണ്ടാന്ന് പറയും, ചിലപ്പം അവർ ഓക്കെയാണ് പക്ഷെ എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കുക. എന്തായാലും നമുക്കൊരു 1000 rupees to 1500 rupees വരെ ചോദിക്കാൻ വേണ്ടി പറ്റും ക്ലീനിങ് ജോബുകളാണെങ്കിൽ. മറ്റ് ജോലികൾക്ക് 10,000 തൊട്ട് 20,000 വരെയാണ് സാലറി ഇവിടെ പൊതുവെ കണ്ടുവരാറ്. പിന്നെ കൂടുതലും ഇവിടെ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് നമ്മുടെ സാലറി റേഞ്ച് കുറച്ച് കുറവായിരിക്കും, പക്ഷെ നല്ല പട്ടിപ്പണിയായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ചിട്ടോ കമൻസിലോ ചോദിക്കാവുന്നതാണ്. ഐ എം വിനായക് ആൻഡ് ദിസ് ഈസ് UPSC Vault. ഡു നോട്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ റിമെമ്പർ, നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. റിമെമ്പർ, ഈ പറഞ്ഞ പോലെ പഠിത്തം നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്, take care, stay blessed, and I don't know, next video I want to make an announcement. അപ്പോൾ അതുവരെ stay tuned. Bye. I will see you next time.